നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസം ഇന്ന് വന്നു ചേർന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. തുടർന്ന് നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടതിനായിട്ട് ബ്രദർ മോസസിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം സൺഡേ സ്കൂളിനെയും ഐക്യയും ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം. ശിശുക്കളെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയുന്ന വചനപ്രകാരം ഈ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ദൈവനെ അഭ്യസിക്കുവാൻ കർത്താവ് വഴിയാക്കിനാശം. ദൈവത്തിന് കാല്യ ദൈവമായി പാതയ്ക്ക് പ്രകാശമായി കൂടിയിരുന്ന കരുണയ്ക്കായി സ്തോത്രം കർത്താവേ. അവരെ വിച്ഛേദിക്കാതെ കർത്താവിന്റെ തിരിച്ചറിഞ്ഞ് അവരെ മറിച്ചു വരുവാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന തലമുറയായി തീരുവാൻ മക്കളുടെയും കോട്ട തലമുറകളിൽ ലോകത്തിന് വെളിച്ചമായ കർത്താവിനെ ഉയർത്തുവാൻ സമാധാന പ്രഭുവായ കർത്താവിനെ കാണുവാൻ വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ പാതയിൽ നടക്കുവാൻ ഈ തലമുറ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും കർത്താവ് ലീഡ് ചെയ്ത ദൈവദാസ കുടുംബത്തെയും എല്ലാവരെയും ഇന്ന പാൽക്കാലം അനുഗ്രഹിച്ചു. ആദ്യോടെല്ലാം ദൈവ നാമം മാത്രം മഹത്വം എടുക്കണം. തിരിച്ചറിയിക്ക് താഴ്ത്തും പ്രാർത്ഥനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അടുത്തതായിട്ട് വർഷിപ്പ് സോങ് ആണ്. അത് കൊയർ നയിക്കുന്നത്. ആ
ബ്രദർ വിനോദ് ചാണ്ടിയെ ക്ഷണിക്കുന്നു. സങ്കീർത്തനം 149. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തുതി പാടുവീൻ, ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശൈലിയിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന് അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനവുമാകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. സ്തോത്രം. സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യേണ്ടതിനായി ബ്രദർ ജസ്മോൻ ഷാജൻ മുൻപോട്ട്. ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. ഇന്നത്തെ സൺഡേ സ്കൂൾ, നാളത്തെ സഭ എന്നാണ് നാം ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ മുൻപിലിരിക്കുന്ന കഞ്ഞിക്കുഴിയിലെ ജൻസികൾ കിണറും എന്നെ തിരുത്തും. ഇന്നത്തെ സൺഡേ സ്കൂളാണ് ഇന്നത്തെ സഭ. 5 പതിറ്റാണ്ട് പിന്നിടുന്ന ചർച്ചക്കോട് കഞ്ഞിക്കുഴി പെനിയൽ ഹാൾ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളത് കരുത്തുറ്റ നേതൃത്വ നിലയിൽ. ചർച്ചക്കോട് ചാരിറ്റി ബോർഡ് ഡയറക്ടർ പാസ്റ്റർ സജി എബ്രഹാം, അതുപോലെ പാസ്റ്റർ വിനോദ് ജേക്കബ് എന്നിവരെല്ലാം ചർച്ചക്കോട് കഞ്ഞിക്കുഴി പെനിയൽ ഹാളിന്റെ സംഭാവനയാണ്. അടുത്ത വേദിയിലുള്ള സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പാസ്റ്റർ സാംറ്റി ദാസ്, YP സെക്രട്ടറി ക്രിസ് എന്നിവരെയും സൺഡേ സ്കൂൾ YP സംയുക്ത വാർഷിക യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും. സൺഡേ സ്കൂൾ അധ്യാപകർ, സൺഡേ സ്കൂൾ YP സംയുക്ത വാർഷിക യോഗത്തിന്റെ ശക്തി നമ്മുടെ സൺഡേ സ്കൂൾ YP അംഗങ്ങളാണ്, അതിന്റെ അധ്യാപകരാണ്. അവരോടൊപ്പം സഭാവിശ്വാസികൾ ക്ഷണം സ്വീകരിച്ച് യോഗത്തിൽ എത്തിച്ചേർന്ന ഏവരെയും സൺഡേ സ്കൂൾ YP സംയുക്ത വാർഷിക യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും. ഇതോടെ എന്റെ കർത്തവ്യത്തിൽ നിർവഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. പ്രത്യേകാൽ ഏവർക്കുള്ള ദൈവനാമത്തിലുള്ള സ്വാഗതം അറിയിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായ ബഹുമാനപ്പെട്ടതായ നമ്മുടെ പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട മാത്യു ബേബി പാസ്റ്റർ, YP സ്റ്റേറ്റ് പ്രസിഡന്റും കൗൺസിൽ മെമ്പറുമായിരിക്കുന്നതായ ദേവദാസിനെയും ദൈവനാമത്തിലുള്ളതായ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ അറിയിക്കുകയാണ്. വളരെ പെട്ടെന്ന് സൺഡേ സ്കൂളിൻ്റെ ആനുവൽ റിപ്പോർട്ട് 2024-25 വർഷത്തെ അവതരിപ്പിക്കാനായിട്ട് ദൈവമുൻപാകെ ആയിരിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്നുള്ള നമ്മുടെ കർത്താവ് നിശ്ചിതമായ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ കമാൻഡ്മെന്റ്, ലെറ്റ് ദ ചിൽഡ്രൻ കം അൺടു മീ, ഡു നോട്ട് സ്റ്റോപ്പ്. കർത്താവിൻ്റെ ഒരു വലിയ ആഗ്രഹവും ഒരു കമാൻഡ്മെന്റുമാണ്. അതിനോട് ചേർന്നാണ് നാം ഇന്ന് ഈ സൺഡേ സ്കൂൾ YPയുടെ ആയിരിക്കുന്നത്. 100 വർഷം ശതാബ്ദി ആഘോഷിച്ച് കൊണ്ടിരിക്കുന്ന സൺഡേ സ്കൂൾ സ്റ്റേറ്റ് ബോർഡിനോടൊപ്പം കഴിഞ്ഞ 47 വർഷം കാലം കഞ്ഞിക്കുഴി ദൈവസഭയ്ക്കും സൺഡേ സ്കൂളായിട്ട് നടത്തി വരുവാൻ തക്കൊണ്ട് സർവശക്തനായ ദൈവം നടത്തിയല്ലോ. നാം ഓർക്കണം, 47 വർഷക്കാലം കഞ്ഞിക്കുഴി ദൈവസഭയെ സൺഡേ സ്കൂളിനെ വളരെ അതിശയകരമായി നടത്തി. ഈ വിവരങ്ങളൊക്കെയും ഇവിടുത്തെ സീനിയർ മെമ്പേഴ്സിൽ നിന്നാണ് എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായത്.
ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ ഏകദേശമല്ല കൃത്യമായിട്ട് 20 കുട്ടികൾ ഈ കാലയളവിൽ പഠിച്ചിരുന്നു. അവരെ നല്ല നിലകളിൽ അഭ്യസിപ്പിക്കാൻ തക്കവണ്ണം വളരെ പ്രാഗൽഭ്യമുള്ളതായ, ദൈവാശ്രയ ബോധമുള്ളതായ, അർപ്പണബോധമുള്ളതായ 12 അധ്യാപകരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അറിവിലേക്കാണ് ഞാനത് പറയുന്നത്. അവരുടെ ആ വലിയ സേവനവും അർപ്പണബോധവുമാണ് ഈ നിലകളിലേക്കൊക്കെ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. തുടർന്ന് നമ്മുടെ സൺഡേ സ്കൂൾ അതിൻ്റെ രാവിലെ സഭായോഗം തുടങ്ങുന്നതിന് മുമ്പ് 8:30 മണി മുതൽ 9:30 മണി വരെയുള്ള സമയത്താണ് സൺഡേ സ്കൂൾ ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ ജനറലായിട്ടുള്ള സെക്ഷനും അതിനുശേഷമുള്ളതായ 30-35 മിനിറ്റ് ദൈവവചന പഠനത്തിന് വേണ്ടി അതാത് ക്ലാസ്സിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ കടന്നു പോകേണ്ടത്. സൺഡേ സ്കൂളിന്റെ ഈ കഴിഞ്ഞ വർഷം മുതൽ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ വാർഷിക എക്സാമിനേഷൻ നടത്തപ്പെടാറുണ്ട്. അതിൽ 2 സെമസ്റ്ററായിട്ടാണ് വാർഷിക എക്സാമിനേഷൻ അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതായ 20 കുട്ടികളും എക്സാമിനേഷനിൽ അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാമിനേഷനിൽ പങ്കെടുക്കുകയും അതിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. പ്രത്യേകാല് 11 കുട്ടികൾക്ക് 50% മുതൽ 90% വരെയും മാർക്ക് കരസ്ഥമാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വളരെ നല്ല നിലയിൽ സൺഡേ സ്കൂൾ പഠനം പൂർത്തീകരിച്ച് 12ാം ക്ലാസ് കഴിയുമ്പോൾ സ്റ്റേറ്റ് ബോർഡ് ക്രമീകരിച്ചിട്ടുള്ളതായ ഗ്രാജുവേഷൻ എന്നുള്ളതായ ഒരു ക്രമീകരണവും സ്റ്റേറ്റ് ബോർഡ് ചെയ്യുകയുണ്ടായി. അതിൽ നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് 2 കുട്ടികൾക്ക് പ്രത്യേകം അഭിഷേകനും ഹന്നാസുജിത്തിനും സ്റ്റേറ്റിലേക്ക് അവർ വിളിക്കുകയും അവിടെ വെച്ച് പ്രത്യേക അനുമോദിക്കുകയും ഗ്രാജുവേഷൻ എന്നുള്ളതായ ആ ശുശ്രൂഷയിലൂടെ അവർ കടന്നു പോകാനും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാനും തക്കവണ്ണം അവരെ സഹായിച്ചു. അവരെ പഠിപ്പിച്ച് ഈ സൺഡേ സ്കൂളിലൂടെ ഈ നിലകളിലേക്ക് കൊണ്ട് വന്നതായ പ്രത്യേക അധ്യാപകർക്ക് പ്രത്യേക അവരുടെ പേരൻസിനോടുള്ളതായ സ്നേഹവും സന്തോഷവും ഈ ഇതോടൊപ്പം ഞാൻ പറയുകയാണ്. ഇതും നമ്മുടെ റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിന്റെ സ്റ്റേറ്റ് ക്യാമ്പ്, സോണൽ ക്യാമ്പുകൾ കഴിഞ്ഞ വർഷം നടന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും എത്ര ചിട്ടയോടുകൂടിയാണ് സൺഡേ സ്കൂൾ പോകുന്നത്, എത്രമാത്രം ആവശ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ അല്പം സമയമെടുത്തത് പറയുന്നത്. സൺഡേ സ്കൂളിന്റെ സോണൽ സ്റ്റേറ്റ് ക്യാമ്പ് 2024 നടക്കുകയുണ്ടായി. സ്റ്റേറ്റ് ക്യാമ്പ് സീസൈഡ് റിട്രീറ്റ് സെന്ററിൽ വെച്ച് കോട്ടയത്ത് വെച്ചും സോണൽ ക്യാമ്പ് കുട്ടിക്കാനം തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ട്. ഈ 2 ക്യാമ്പുകളിലും നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് 8 കുട്ടികൾ വീതം പങ്കെടുക്കുവാനായിട്ട് ഇടയായി. വളരെയധികം കുഞ്ഞുങ്ങൾ സെലക്ട് ചെയ്തതായിട്ടുള്ള കേരള സ്റ്റേറ്റിൽ നിന്നും 300 അധികം കുട്ടികൾക്കുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 8 പേർക്ക് പങ്കെടുക്കുവാനും തിരുവചനം നന്നായിട്ട് പഠിക്കുവാനും അഭ്യസിക്കുവാനും അവരെ നേരായ ദിശയിലേക്ക് നയിപ്പാൻ തക്കൊണ്ട് ഈ ക്യാമ്പുകൾക്കൊക്കെ സാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവിടെ നടന്നപ്പോൾ അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ അതായ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തക്കോണം ഈ വലിയ വേദി അവരെ സഹായിച്ചു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചർച്ചിൽ ചുരുങ്ങിയ കാലം സൺഡേ സ്കൂൾ പഠിക്കുകയും അതിനുശേഷം പഠനത്തിനായിട്ട് നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നുപോയതായ റബീന എലിസബത്ത് ജോർജ് നമ്മുടെ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നതായ സ്നാനം ഏറ്റെടുക്കാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിനോടനുബന്ധിച്ച് സ്റ്റേറ്റും സോണലും ഒരുക്കിയിരുന്നതായ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മുടെ കഞ്ഞിക്കുഴി ചർച്ചിൽ വെച്ചും മറ്റൊരു ട്രെയിനിങ് പുതുപ്പള്ളി ചർച്ച് വെച്ചുമാണ് നടന്നത്. ഇതിൽ നമ്മുടെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പങ്കെടുക്കുവാനും അതിൽ പ്രാഗൽഭ്യം തെളിയിക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു.
അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒരുക്കുന്നതായ ടാലന്റ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതായ ഒരു വിഷയം കൂടിയാണല്ലോ. നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷനും അവരുടെ കഴിവുകളും സെൻട്രൽ തലത്തിലും സോണൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും അവർക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ള കാര്യവും ഞാൻ സന്തോഷപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഈ പ്രാവശ്യം കോട്ടയം സോണല് റണ്ണേഴ്സ് അപ്പ് എന്നുള്ള നിലയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഉള്ള ആ ഒരു കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ല സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയതിനാലാണ്. അതും വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. തുടർന്ന് നമ്മുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ വർഷം ആലപ്പുഴ ബീച്ചിലേക്ക് പോകുവാനും സഭയായിട്ട് അത് സൺഡേ സ്കൂളിൻ്റെയും വൈഫിയുടെയും നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം കഴിഞ്ഞ വർഷം നമുക്ക് ക്രമീകരിപ്പാനിടയായി. അതിൽ വളരെ സന്തോഷമാണ്. കടൽ തീരത്ത് ബീച്ചിൽ വെച്ച് പ്രസംഗിപ്പാനും കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ പാടുവാനും പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷ്യം കരയറ്റുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞിക്കുഴി സഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. അതേ ദിവസം തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രഭാത സമയത്തിൽ ബോട്ടിങ്ങിൽ കടലിലൂടെയും കായലിലൂടെയൊക്കെയും യാത്ര ചെയ്യുവാനും ദൈവനാമത്തിലുള്ള ഒരു സന്തോഷം അനുഭവിക്കാനും ഒക്കെ ഇടയായതും ഈ കാലഘട്ടത്തിൽ ആണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ രജിസ്റ്റർ ചെയ്യാതെ അതിന് മുമ്പ് കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സെക്ഷൻ കൂടി നമ്മുടെ സൺഡേ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്തുകൊണ്ട് ഒരു കിഡ്സ് സെക്ഷൻ എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ നടത്തുവാനായിട്ട് സാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുക. അവർ വളർന്നു വരുമ്പോഴും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല. അവർ നല്ലൊരു ട്രെയിനിങ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സൺഡേ സ്കൂൾ നൽകുന്നത്, കിഡ്സ് സെക്ഷൻ എന്നുള്ള നിലയിൽ. തുടർന്ന് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ചില കണക്കുകൾ കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതിൻ്റെ വരവും ചെലവും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രിയ സാം ഡേവിഡ് ബ്രദറാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പ്രീവിയസ് ബാലൻസ് എന്ന് പറയുന്നത് 28,592 രൂപയാണ്. അതായത് 18/6/2023 മുതൽ 26/10/2025 വരെ നടത്തിയ കുഞ്ഞുങ്ങൾ ആഴ്ചകളിൽ ഇടുന്നതായ ചെറിയ സ്തോത്രാഴ്ച, ആഴ്ചയിൽ 200 രൂപ അല്ലെങ്കിൽ 180 രൂപ 250 രൂപയൊക്കെ കിട്ടുള്ളൂ. അതിങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതായ ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ബാലൻസ് 28,592. അതോടൊപ്പം ഈ വർഷം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഈ വാർഷിക യോഗം എങ്ങനെ നടത്തും എന്നുള്ളതിനെ കുറിച്ചൊരു ഭാരമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാലൻസ് ഇല്ല. നേരത്തെ നടത്തിയതിനകത്ത് കടങ്ങളുമായിട്ട് കിടക്കുന്ന അവസരത്തിലാണ് നമ്മൾക്ക് സൺഡേ സ്കൂളിനെ സ്നേഹിക്കുന്നതായ പ്രിയ അനിൽ ബ്രദർ അതുപോലെ ബിനു പാസ്റ്റർ ചേർന്ന് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വന്നു. അവരിലൂടെ നമുക്ക് ലഭിച്ചതായ എമൗണ്ട് ചേർത്ത് 49,092 റുപ്പീസ് നമ്മുടെ കൈവശം വന്ന് ചെയ്യുവാനായിട്ടിടയായി. ടോട്ടൽ എക്സ്പെൻസ് ഫ്രം 2024-2025 ആ പീരീഡിൽ 35,989 റുപ്പീസാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. ഇപ്പോൾ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് 11,103 റുപ്പീസ് നമ്മുടെ കൈവശം സൺഡേ സ്കൂളിൻ്റെ കരങ്ങളിൽ കൊണ്ട്. ഇത്രത്തോളം സാമ്പത്തിക നിലയിൽ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വന്നതായ പ്രിയ മക്കളോടുള്ള സന്തോഷവും ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേക ലീലാമ പാൻഡിയൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. സൺഡേ സ്കൂളിനെ നിർലോഭമായിട്ട് ധാരാളം സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കഞ്ഞിക്കുഴി ദേവസഭ ചർച്ച് കമ്മിറ്റി, പ്രിയ ദേവദാസൻ, അതുപോലെ സ്നേഹിക്കുന്ന എല്ലാ കുടുംബങ്ങളോടുമുള്ള സന്തോഷവും ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. ഈ വാർഷിക റിപ്പോർട്ട് ദൈവസഭയുടെയും ദൈവമക്കളുടെയും മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കും. ആമേൻ. സ്തോത്രം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിവിടെ എൻ്റെ കടമ ചെയ്യുന്നത് വെച്ചാൽ വൈപ്പിയുടെ കഴിഞ്ഞ വർഷത്തിലെ റിപ്പോർട്ട് ഞാൻ ദേവസഭ മുമ്പാകെ ഞാൻ വായിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാത്യു പാസ്റ്റർ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ സഭയിലെ പാസ്റ്റർ ജോൺസൺ പാസ്റ്ററിനെ സ്വാഗതം അറിയിക്കുന്നു. അവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും ദൈവനാമത്തിനുള്ള സ്വാഗതം ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ റിപ്പോർട്ട് 2025 നവംബർ വൈപ്പിയുടെ ആനിവേഴ്സറി റിപ്പോർട്ടാണ്. ജാനുവരി 1 മുതൽ 2024 മുതലുള്ള വൈപ്പിയുടെ റിപ്പോർട്ടാണ്. ടിൽ ഡേറ്റ് വരെയുള്ള റിപ്പോർട്ടാണ്. ജാനുവരി 2024 ആരംഭിച്ച വൈപ്പിയുടെ മീറ്റിംഗ് സഭയിൽ വെച്ച് തുടർന്നും നടത്തി. ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മുടെ വൈപ്പിയുടെ ലോക്കൽ ടാലൻറ്റ് ടെസ്റ്റ് നമ്മുടെ സഭയിൽ വെച്ച് നമ്മൾ നടത്തുക ചെയ്തു. ഒക്ടോബർ 31 തീയതി നമ്മുടെ വൈപ്പിയുടെ സ്റ്റേറ്റ് ടാലൻറ്റ് ടെസ്റ്റ് മുളക്കുഴ മോൺസിയോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമുക്ക് നടത്തുവാനുണ്ടായി. സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ നമ്മുടെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന വൈപ്പി അംഗങ്ങളായിരിക്കുന്ന ജിഷ ചേച്ചി, ഏബൽ, ഹന്ന, ക്രിസ് എന്നിവർക്ക് 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിച്ചു. മാർച്ച് 3 തീയതി 2025 ദീർഘകാലം നമ്മുടെ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്ത നമ്മുടെ ദേവദാസൻ ഡാനി പാസ്റ്റർ നമ്മുടെ വൈപ്പിയുടെ വക നമ്മൾ സെൻഡ് ഓഫും ഗിഫ്റ്റും നമ്മൾ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയ ഡാനി പാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചർച്ചിലെ യൂത്ത്സിനും ഈവൻ കൊച്ചു പിള്ളേർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഭയങ്കര ഒരു റിസോഴ്സൽ പേഴ്സൺ ആയിട്ടാണ് നമ്മളെല്ലാവരും നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് സെൻഡ് ഓഫ് ചെയ്യുവാനും വൈപ്പിയിൽ ഇവിടെ ദൈവം സഹായിച്ചു. ജൂലൈ മാസം വൈപ്പി ഡേ ഓഫറിംഗ് നമ്മൾ മുളക്കുഴയിൽ അടയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഈ വർഷത്തെ വൈപ്പി കേരള സ്റ്റേറ്റ് ടാലൻറ്റ് ടെസ്റ്റിൽ നമുക്ക് വിജയം നേടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ വർഷം നമ്മുടെ പബ്ലിക് മിനിസ്റ്ററി ഓൾസോ നമ്മളത് ചെയ്യുവാൻ നമ്മളിടയാക്കി. പ്രത്യേകിച്ച് മിനിയാൻറ്റിയുടെ ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടായിരുന്നു. നമ്മൾ കോട്ടയത്തിലെ മുനിസിപ്പൽ പാർക്കിൽ ചെന്ന് നമ്മൾ അനേകം യൗവനക്കാരെ നമുക്ക് ട്രാക്റ്റുകൾ കൊടുക്കുവാനും ദൈവത്തിൻ്റെ വചനം പങ്കിടുവാനും നമ്മുടെ വൈപ്പിലെ യൂത്ത്സിന് അത് ദൈവം സഹായിച്ചു. ഓൾസോ നമ്മുടെ തമ്പി പാസ്റ്റർ, നമ്മുടെ തമ്പി ശങ്കരമംഗൽ പാസ്റ്ററുകൾ കൂടെ നമുക്ക് ചില വില്ലാസിലും ചില അപ്പാർട്ട്മെന്റിൽ പോയി നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുവാനും പാട്ടുകളൊക്കെ പാടുവാനും ദൈവം വൈപ്പി മെമ്പേഴ്സിനെ യൂത്ത്സിനെ ഒക്കെ ദൈവം സഹായിച്ചു. പിന്നെ ബാക്കി തുടർന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഓർപ്പിച്ചതിനാൽ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി തുടർന്ന് വൈപ്പിയുടെ വരവും ചെലവും കണക്കുകൾ ഞാൻ ഇപ്രകാരം ഞാൻ പറയാം. ജാനുവരി 1 തീയതി മുതൽ 2024 മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ബാലൻസും വരവും ചെലവും റിപ്പോർട്ടാണ്. പ്രീവിയസ് ബാലൻസ് ആസ് ഓൺ ജാനുവരി 24 15,475. ജാനുവരി 1 മുതൽ 2024 ഒക്ടോബർ 14 തീയതി 2025 വരെ നമുക്ക് വൈപ്പിയുടെ ഓഫറിംഗ് മൊത്തം നമുക്ക് നേടിയത് 21,281. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ടിൽ ഡേറ്റ് വരെയുള്ള വരവിൻ്റെ കണക്ക് 36,756 രൂപ. ചെലവ് വന്നിരിക്കുന്നത് 33,375. വൈപ്പിയുടെ അക്കൗണ്ടിലെ ബാലൻസ് 3,021 രൂപ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് പ്രിൻ്റ് ഔട്ട് നമുക്ക് നൽകുന്നതാണ്. ഇപ്പം ടൈമില്ലാത്തതുകൊണ്ടാണ് ഓരോ നമ്മൾക്ക് കൊടുക്കാത്തത്. ഈ വൈപ്പ് റിപ്പോർട്ട് ഞാൻ സഭ മുമ്പാകെ സമർപ്പിച്ചു കൊള്ളുന്നു. ഇന്ന് വൈപ്പി സെക്രട്ടറി. താങ്ക് യു. സൺഡേ സ്കൂളിൻ്റെയും വൈപ്പിയുടെയും റിപ്പോർട്ട് വളരെ വിശദമായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ച വൈപ്പി സെക്രട്ടറി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളം സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യുന്നതിനും
ചെയർമാൻ്റെ അല്പസമയത്തെ മെസ്സേജിനുമുള്ള അവസരം ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിൽ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കൃത്യസമയത്ത് നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാം വളരെ ടൈം കീപ്പ് ചെയ്തു പോയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത്. ഇന്നലെ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ഷിബുവി പാസ്റ്ററാണ്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ദൈവസഭയ്ക്ക് യൂത്ത് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ദൈവസഭയുടെ അനുഗ്രഹീതനായ, ഒത്തിരി സ്നേഹിച്ച, ബഹുമാനിച്ച ഡേവിഡ് പാസ്റ്ററുടെ മകനും കൂടിയാണ്. അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ പ്രധാന മെസ്സേജ് പറയുവാൻ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ സമയം വളരെ തിരക്കേറിയ ഒരു സാഹചര്യമാണ്. എന്നാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ദീർഘദൂരം യാത്ര ചെയ്ത് കുടുംബമായിട്ട് കടന്നു വന്നു, കുഞ്ഞുങ്ങളുമായി കടന്നു വന്നു. പ്രിയ ദൈവദാസനോടുള്ള കവിടിഞ്ഞ നന്ദിയും വന്ദനവും കുടുംബമായി ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. ദൈവസഭയുടെ നേതൃത്വത്തെ ഇനിയും ശക്തനായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ നിലകളിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യുവാൻ വളരെ ദീർഘദിവസങ്ങൾ അധ്വാനം ചെയ്ത, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ ഇതിന് പിന്നിൽ ധാരാളം അധ്വാനമുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ, കുട്ടികളുടെ പേരൻസ്, ശിഷ്യ YP സെക്രട്ടറിയും സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും വളരെ ഇതിനു വേണ്ടി അധ്വാനിച്ചു. ഞാൻ ആരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് വിട്ടുപോയാൽ ആ വ്യക്തിക്ക് ഒരു പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും കുറിക്കപ്പെട്ടിട്ടില്ല, പേര് പറയുന്നില്ല. നമ്മുടെ യുവജനങ്ങൾ ശക്തരായി ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് അവരൊക്കെ ഇവിടുന്ന് ക്രമീകരണം ചെയ്ത് മടങ്ങിപ്പോയത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കർത്താവ് പ്രതിഫലം തരട്ടെ. ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ യാതൊരു സംശയവുമില്ല, കഞ്ഞിക്കുഴി ദൈവസഭ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു നിലവാരത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അങ്ങനെ പ്രകാരം പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളുടേതായ ആത്മീക വളർച്ച സൺഡേ സ്കൂൾ YP ആണ്. ഞാൻ YPയിൽ മത്സരിക്കുന്ന കാലഘട്ടം എൻ്റെ ഏറ്റവും വലിയ 2 സബ്ജക്റ്റ് ആയിരുന്നു essay കോമ്പറ്റീഷനും പ്രസംഗവും. കേരള സ്റ്റേറ്റിൽ എനിക്ക് പ്രൈസ് വാങ്ങിക്കുവാൻ ഇടയാക്കി തീർത്തിട്ടുണ്ട്. അന്ന് ഈ സൺഡേ സ്കൂൾ YP ഇങ്ങനെ 2ആയിട്ട് വേർതിരിച്ച് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നില്ല. കേരള സ്റ്റേറ്റ് മുഴുവൻ ഒരുമിച്ച് സൺഡേ സ്കൂള് YP അങ്ങനെ ഒരു വേർതിരിവില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പായും പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ പാടുന്നത്, അവരുടേതായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് നാളെയിൽ കർത്താവ് അവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിന് കാരണമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്നവർ ആയിരിക്കാൻ ഇടയാകണം. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ദീർഘസമയം എടുക്കുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ലോക ക്രിക്കറ്റ് മത്സരം ഇന്ത്യ സെമി ഫൈനലിൽ വിജയിച്ചു. ഇന്ന് അതിൻ്റെ ഫൈനൽ നടക്കുകയാണ്. ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ, ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടന്നു.
നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജമീമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, പാസ്റ്ററുടെ ഒരു മകൾ, തഴയപ്പെട്ട ഒരു പെൺകുട്ടി, പലരിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു പെൺകുട്ടി. അവൾ പൊരുതി. ആ കളി ആരെങ്കിലുമൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ റീൽ എല്ലാം എടുത്തിട്ടുണ്ട്. അവൾ ജീവൻ മരണ പോരാട്ടം നടത്തി. ചില ബോളുകൾ കൊണ്ട് മാത്രം അവൾ ശക്തമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അവസാനത്തെ ബോൾ അടിച്ച് ബൗണ്ടറിയിൽ, 4-ന്റെ ബൗണ്ടറിയിൽ ചെന്ന് തട്ടുമ്പോൾ ഇന്ത്യയുടെ ജയമായിരുന്നു. അവൾ വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്: എന്റെ കഴിവല്ല, എന്നെ ഇതിലേക്ക് ശക്തനാക്കിയ ഒരു യേശു ക്രിസ്തുവുണ്ട്. അവൾ പറഞ്ഞ വാക്യം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം: യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഭാരപ്പെട്ട സമയത്ത് അവൾക്ക് ദൈവം കൊടുത്തു. അവൾ അത് വിളിച്ചു പറഞ്ഞു. 140 കോടി ജനതയുടെ അഭിമാനമായി ജമീമ മാറി. 140 കോടി ജനങ്ങളിൽ 100 കോടിയെങ്കിലും യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ 100 കോടി ജനങ്ങളിൽ 50 കോടി ജനത്തിന്റെ ഹൃദയത്തിലും ഒരു ചിന്ത ഉദിച്ചിട്ടുണ്ട്: ഈ യഹോവ ആര്, എന്ത് പ്രവർത്തിക്കുമെന്ന് ചിന്തിപ്പാൻ ഒരു അവസരം വിട്ടുകൊടുത്തു. ആയിരക്കണക്കിന് കൺവെൻഷനുകൾ നടന്നാൽ യേശുവിനെ ഉയർത്തുവാൻ കഴിയാതിരിക്കുന്ന മേഖലകളിൽ, ആയിരക്കണക്കിന് ക്രൂസൈഡ് നടത്തിയാൽ യേശുവിനെ ഉയർത്താതിരിക്കുവാൻ കഴിയുന്ന കാലഘട്ടങ്ങളിൽ, ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കി നിന്ന സമയത്ത് അവൾ വിളിച്ചു പറഞ്ഞു: എന്റെ ഇതിന് പ്രാപ്തനാക്കിയത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് ചിന്തകൾ വരുന്നു. യഹോവ യുദ്ധം ചെയ്യും, ഇതാരാണെന്ന് ചിന്ത വരുന്നു. ഒരു പാസ്റ്ററുടെ മകൾ ഒറ്റ നിമിഷം കൊണ്ട് ഉയർത്തിയെങ്കിൽ, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ധരിക്കുന്നതായ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത് അവസരം വരുമ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. നിങ്ങളുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ അവസരം വരുമ്പോൾ യേശുവിനെ ധരിക്കുന്നവരാകരുത്. ബൈബിൾ മാറോട് പിടിച്ചുകൊണ്ട് യേശു ജീവിക്കുന്ന ദൈവം എന്ന് വിളിച്ചു പറയുവാൻ ശക്തരായ യുവത്വങ്ങളായി നമ്മൾ മാറ്റപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ സജ്ജരാകട്ടെ. ഒരു പാസ്റ്ററുടെ മകളെ മാറ്റി നിർത്തിയപ്പോൾ ലോകം മുഴുവൻ നമുക്കിന്ന് ഒരു നിമിഷമെങ്കിലും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെതായ കിരീടം, ലോകരാജ്യങ്ങളുടേതായ ട്രോഫി വാങ്ങിക്കൊണ്ട്, കിരീടം വാങ്ങിക്കൊണ്ട് അവൾ ഇന്ത്യൻ രാജ്യത്തിന്റെ അഭിമാനമായി മാറേണ്ടതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഹല്ലേലൂയ, അവൾ പൊരുതി നേടി കരഞ്ഞുകൊണ്ട് അവൾ യേശുവിനെ ഉയർത്തി, കരഞ്ഞുകൊണ്ട് യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നല്ല കാര്യങ്ങളെ നമുക്ക് മാതൃകയാക്കാം, നല്ല കാര്യങ്ങളെ നമുക്ക് അനുകരിക്കാം. സ്തോത്രം. ആകാത്തതും അരുതാത്തതുമായ ഒത്തിരി വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ പിന്നാലെ കടന്നു പോകാതെ നല്ല നല്ല കാര്യങ്ങളെ കേട്ട്, നല്ല കാര്യങ്ങളെ ദർശിച്ച്, നല്ലതിന്റെ പുറകെ പോയി നമുക്ക് യേശുവിനെ ഉയർത്താം. ഒരവസരം കിട്ടിയാൽ യേശുവിനെ ഉയർത്താതിരിക്കരുത്. നമ്മുടെ സഭ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സഭയാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ആ കുഞ്ഞുങ്ങളിൽ കാണുന്നതായ നല്ല താലന്തുകളെ മനസ്സിലാക്കുവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. കൂടെ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടേതായ നല്ല താലന്തുകളെ വളർത്തി നിങ്ങൾക്ക് എത്രത്തോളം പ്രോത്സാഹനം തരാമോ അത്രത്തോളം പ്രോത്സാഹനം തന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളും കുടുംബവും ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾക്ക് ഞാൻ സ്തോത്രം വിരാമം കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം തുടർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ഞാനിവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയോട് ചേർന്ന് അടികളുടെ കുഞ്ഞുങ്ങളുമായി തിരുസന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് അടികളെ ബലപ്പെടുത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ കർത്താവേ, അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ, സമാധാനവും സന്തോഷവും ഇല്ലാതെ അലയുമ്പോൾ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുമ്പോൾ, അടികളെയും അടികളുടെ തലമുറകളെയും അങ്ങയുടെ ദിവ്യ സമാധാനത്താൽ നിറച്ചു, സന്തോഷം പകർന്നു.
കർത്താവേ അടികളുടെ തല ഉയർത്തി നിൽക്കത്തക്ക നിലകളിൽ അടികളെ മാനിച്ചു. കർത്താവേ അടികളുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിൽ പരമായ സന്തോഷം അടികൾക്കൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ പ്രോഗ്രാമുകളിൽ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൂടെ ഇരിക്കുമാറാകണമേ. വളരെ നന്നായി ചെയ്യുവാൻ അവരെ സഹായിക്കണമേ. അവരിലുള്ളതായ കർത്താവേ താലന്തുകൾ വളരെ നന്നായി ജ്വലിപ്പിക്കുവാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം നിൽക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കർത്താവേ സ്തോത്രം, യൂത്തിൻ്റെതായ പ്രവർത്തകർ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. അധ്വാനം ചെയ്തതിലേക്ക് കർത്താവെ പ്രവർത്തിച്ച ദൈവസഭയെ ഓർക്കുന്നു. പ്രോത്സാഹനം കൊടുത്ത ദൈവസഭയുടെ നേതൃത്വത്തെ ഓർക്കുന്നു. എല്ലാവരെയും തുക്കരകളിൽ സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന കർത്താവേ സ്തോത്രം, ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കി തീർക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുടർന്നുള്ള പ്രോഗ്രാമുകളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുടർന്നുള്ള പ്രോഗ്രാമുകളെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ദൈവസഭയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കുന്നു.